കുറച്ചേ ഉള്ളൂ, പക്ഷെ അവിടെ എത്തണില്ല അത്ര ഓടിയിട്ടു. ഹലോ ഗായ്സ്, മറ്റൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാരിയോ. ഗായ്സ്, ഇന്നത്തേക്ക് ഇപ്പം 3ാമത്തെ ദിവസമായി നമ്മളിപ്പോൾ കാസർഗോഡ് എത്തിയിട്ടോ. ഇന്നും നമ്മൾ വെറുതെ ഇരിക്കുന്നില്ല. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ട് നമ്മൾ ഇനി അടുത്തൊരു സ്ഥലം കാണാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. റാണിപുരത്തേക്കാണ് നമ്മൾ പോകുന്നത്. രാവിലെ തന്നെ വണ്ടി ഫുൾ ചാർജ് ആക്കി വെച്ചിട്ടുണ്ട്. വണ്ടി എടുത്ത് ചെക്കന്മാരുണ്ട്, 2 വണ്ടിയിലാണ് പോകുന്നത്. എന്താ അവസ്ഥ ഒന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. വണ്ടി എത്തുമെന്ന് പോലും അറിയില്ല. എന്തായാലും നമ്മൾ പോയി നോക്കാം. അരിന്റെ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളുണ്ട്, അത് ഞാൻ പോണ വഴി പറയാം. നമ്മുടെ വീട്ടിൽ നിന്ന് റാണിപുരത്തേക്ക് ഏകദേശം 45 കിലോമീറ്ററോളം ഉണ്ട്. ഒരു സൈഡ് മാത്രം, 2 സൈഡ് പറഞ്ഞാൽ ഏകദേശം 90 കിലോമീറ്റർ. എന്തായാലും നമ്മുടെ വണ്ടി എത്രയും ദൂരം പോയി വരുമോ എന്നുള്ളത് നല്ല സംശയം. വേറെ ഒന്നുകൊണ്ടല്ല, നമ്മുടെ പോണ റൂട്ട് എന്തായാലും മൗണ്ടൻ ഏരിയയാണ്. അപ്പൊ കയറ്റം പ്രതീക്ഷിക്കാം. എത്രത്തോളം കയറ്റം ഉണ്ടെന്ന് അനുസരിച്ചായിരിക്കും നമ്മുടെ വണ്ടിയുടെ മൈലേജ് പറയാം. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോണത്. പിന്നെ നമ്മൾ ഈ പോണ റൂട്ട് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ഉള്ള ഏരിയ കേട്ടോ. എന്തായാലും നമുക്ക് ഈ വ്യൂവും കണ്ട് ഹരിയുടെ വീട്ടിലെ വിശേഷം പറഞ്ഞ് നമുക്ക് മെല്ലെ നീങ്ങാം. ഇനി ഹരിയുടെ വീട്ടിലെ കാര്യം. ഫസ്റ്റത്തെ ഫുഡ് ഏതോ അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് അവർക്ക് നോമ്പാ, അതുകൊണ്ട് നോൺ വെജ് ഫുഡൊന്നും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല. ഉണ്ടാക്കി തന്ന ഫുഡ് നൈസായിരുന്നു കേട്ടോ. പിന്നെ രണ്ടാമത്തത് ഭാഷയുടെ കാര്യമാണ്. കാസർഗോഡ് ആയതുകൊണ്ട് ഭാഷയുടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ ഒന്നും മനസ്സിലാവില്ല, എന്നാലും ഓക്കെ ആയിരുന്നു. അത്ര ഡെപ്ത് കാസർഗോഡ് ആയിരുന്നില്ല, ഒരു മയത്തുള്ള കാസർഗോഡാണ്. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ മനസ്സിലാവുന്നുണ്ട് അവര് പറയുന്നത്. എന്നാലും കുറേ മനസ്സിലാവാത്ത അവസ്ഥയും വരാറുണ്ട് കേട്ടോ. എന്തായാലും എങ്ങനെയായാലും ആദ്യ ഭാഷയിലും നമ്മുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പിന്നൊന്ന് പറയുകയാണെന്നാൽ ഹരിയുടെ ഫാമിലിയെ കുറിച്ചാണ്. അവൻ്റെ ഫാമിലിയാണ് നല്ല വൈബ് ഫാമിലി. സാധാരണ ഇങ്ങനത്തെ ഫാമിലി ഒന്നും വല്ലാണ്ട് കാണാറില്ല. എന്തായാലും ഇവൻ്റെ ഫാമിലിയുടെ പ്രത്യേകത പറഞ്ഞാൽ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും കട്ടയ്ക്കാണ് എന്തിനാണെങ്കിലും കേട്ടോ. അനിയനുണ്ട്, കുറച്ച് ഇൻട്രോവേർട്ടാണ്, പക്ഷെ ആള് ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമ്മൾ പോണ വഴി ചെറുതായിട്ടൊന്ന് ചായ പിടിച്ചു കേട്ടോ. ഫുട്ടേജ് ഒന്നും വല്ലാണ്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ സമയം കളയുന്നില്ല. ഞാൻ സാധാരണ ഒരു പൊറോട്ട പഴംപൊരി ചിട്ടി പിടിച്ചു. ബാക്കിയുള്ളവര് ബാജിയും പൂരിയാണ് കഴിച്ചത് കേട്ടോ. നമ്മളിവിടെ പറഞ്ഞുകൊണ്ട് ഹരിയുടെ ഫാമിലിനെ കുറിച്ചിട്ടാണ്. ഇനി രണ്ടാളെ മെയിൻ ഹോബീസ് എന്താ പറയുക, രാവിലെ നേരത്തെ അച്ഛൻ എന്നിട്ട് ഫസ്റ്റ് വാട്സപ്പ് തുറന്നിട്ട് സ്റ്റാറ്റസ് ഇടാണ് മെയിൻ ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ചറപറാ സ്റ്റാറ്റസ് ഇടും, ഒരു ട്രെയിൻ പോലെ നീണ്ട് സ്റ്റാറ്റസ് ഇടും. അമ്മയും ഒട്ടും കമ്മിയല്ല കേട്ടോ. അമ്മ രാവിലെ എഴുന്നേറ്റാ ചറപറാ സ്റ്റാറ്റസ്. വലിയൊരു കോമഡിയാണ്. അമ്മ എന്തെങ്കിലും സ്റ്റാറ്റസ് ഇങ്ങനെ ഇടാതിരുന്നാല് വീട്ടുകാരെയൊന്നും വിടിയും, കുടുംബക്കാരെയൊന്നും ഒക്കെ വിടിയും. എന്തേലും പറ്റിയോ, എന്താ സുഖമില്ലായിരിക്കണോ, എവിടെയാണ് എന്നൊക്കെ, ഏത് മൂഡ്, മനസ്സിലായില്ലേ? രാവിലെ തന്നെ വേറെ സംഭവം ഉണ്ടായി. ഇന്നലെ തെയ്യം കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങിയപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ എഴുന്നേക്കണം എന്ന് പറഞ്ഞിട്ട് ഹരി അലാറം വെച്ചായിരുന്നു. ഒരു 4:45 ആയിട്ട് ഒരു 4:45 തൊട്ടിട്ട് പറഞ്ഞിട്ട് ഒരുപാട് പ്രാവശ്യം ഈ സാധനം അടിച്ചു. ആ സാധനം തലപ്രാന്ത് കയറിയിട്ട് അവനെ ഞാൻ വിളിച്ചോണ്ടിട്ട് അവനെ എഴുന്നേപ്പിച്ചു. അവൻ ഓഫാക്കിയിട്ട് വീണ്ടും കിടന്നു. എന്നാൽ കുറച്ച് നേരം കിടന്നുറങ്ങാലെന്ന് എഴുതി വീണ്ടും കിടന്നപ്പോഴാണ് അപ്പുറത്തെ റൂമിൽ നിന്ന് അവന്റെ അമ്മയുടെ മൊബൈൽ. ഷാജി പാപ്പൻ സലാപതിക്കും വീരൻ പാപ്പൻ ഷാജി പാപ്പൻ. എന്റെ പൊന്നു പോലെ ഞാൻ ചിരിക്കണോ കരയണോ വേണ്ടതൊരു അവസ്ഥയിലായിരുന്നു കഴിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ഹോബീസാണ് അവൻ്റെ ഫാമിലിക്കുള്ളത്. എന്തായാലും നമ്മൾ അവൻ്റെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞ് നമ്മൾ മല കയറുന്നില്ല. എന്നാലോ നമ്മൾ മല കയറുന്നത് എങ്ങനെയാണ് നമ്മൾ കയറുന്നത്? നമ്മുടെ വണ്ടിയിലാണ് നമ്മൾ കയറുന്നത്. നോക്കു സുഹൃത്തുക്കളെ, എത്ര ഭംഗിയുള്ള കാഴ്ചയാണ് നമ്മുടെ കൺമുന്നിലുള്ളത്. ഈ വീടിന്റെ മേലെ കിടക്കുന്ന വാട്ടർ ടാങ്കാണെന്ന് എൻ്റെ കാഴ്ച നിങ്ങൾ ഈ കാണുന്നു ചോദിക്കും. പക്ഷെ ബിഹൈൻഡ് ദ സീൻ വേറെ ഒന്നും കാഴ്ച. നമ്മുടെ വണ്ടി ഹീറ്റായിട്ട് റോഡിൽ നിന്നു. ഇനി ചൂട് കുറയാതെ ഇവിടെ നീങ്ങാൻ പറ്റില്ല. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ വീണ്ടും യാത്ര തുടങ്ങിട്ടോ. വണ്ടി നന്നായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്, റേഞ്ച് നന്നായിട്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. നല്ല കുത്തന കയറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് നല്ല കയറ്റമായിരിക്കും. പറഞ്ഞ പോലെ തന്നെ നല്ല കയറ്റം തന്നെയാണ്. ഒരാളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നടന്ന സംഭവം ഒന്നുകൂടി നേരത്തെയും അല്ലെങ്കിൽ നമ്മൾ ചാർജ് കഴിഞ്ഞ് വഴിയാണ്. ഇതിലേതിലൊന്ന് എന്തായാലും സംഭവിക്കും. നമ്മുടെ ലൊക്കേഷൻ വെച്ചിട്ട് നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പം ഇനി ബാക്കിയൊക്കെ ഇനി അവിടെ പോയിട്ട് നോക്കാം. ഇവിടുത്തെ നമ്മൾ വണ്ടി വെച്ച് എത്താൻ പറ്റുന്നതാണ്. ഇനി ഇവിടുന്ന് നമ്മൾ നടന്ന് വേണം മല കയറാൻ. $150 3 ആൾക്ക് കേട്ടോ. ഒരാൾക്ക് 50 വെച്ച് വരും. പാർക്കിങ്ങിനുണ്ട് 10 രൂപ. കുറച്ച് കയറിയപ്പോൾ ഞാൻ കുഴങ്ങിട്ടാ വരളാ. ഓ, കരുതിയേക്കാൾ സ്റ്റീപ്പാണ്. 2 കിലോമീറ്റർ ഇത്ര സ്റ്റീപ്പാണ്. നടക്കാൻ കുറച്ച് റിസ്ക്കാണ്. എനിക്കെന്തായാലും ഇത്ര നല്ല സ്റ്റാമിന വല്ലാണ്ടല്ല. ഞാൻ നല്ല നിന്നേ പോകുന്നുള്ളൂ. ഒപ്പുള്ളവരൊക്കെ ഫ്രണ്ടിൽ വണ്ടി കയറി എന്നോട് അത്ര കഴിയും തോന്നുന്നില്ല. ഞാൻ എന്തായാലും എല്ലാം നടക്കാം. എന്തായാലും ഇതിനൊക്കെ ഒരു വേർത്ത് പറഞ്ഞാൽ നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് ഈ കയറ്റം കയറി അവിടെ ഒരു സൈറ്റ് ഉണ്ടാവും, ഒരു ഫ്രെയിം. ആ ഫ്രെയിമാണ് ദ ബ്യൂട്ടി ഓഫ് ദിസ് ആ ഹാർഡ് വർക്ക്. എനിവേസ് നമുക്ക് എന്തായാലും കുറച്ച് നടക്കാണ്ട്. ഞാനെന്തായാലും ഇടയ്ക്കിടയ്ക്ക് ടയർഡാണ്. ഞാൻ എന്തായാലും അവിടെ നിർത്തും, ഇരിക്കും, മെല്ലെ മെല്ലെ നടക്കും. നല്ല വിജനതയുള്ള കാടാണ് ഒന്നാമത്.
ഫുള്ള് കല്ല, ഒരു കറക്റ്റ് വഴിയൊന്നുമല്ല. കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല ഒരു റോക്കാണെന്ന് വെച്ചാൽ അത്യാവശ്യം കല്ലുള്ള ഏരിയയാണ്. എന്തായാലും നോക്കാം. വന്യമൃഗം ഇതിലാന്ന് കരുതാം. പറയാതിരിക്കണില്ല കേട്ടോ, ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഭയങ്കര കയറ്റാ. ഞാൻ 2 പ്രാവശ്യം നിന്നിട്ടാണ് കയറി. എനിക്കാണെങ്കിൽ തീരെ സ്റ്റാമില്ല. അതിനും വലിയ കോമഡി, ഞാനങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഇറങ്ങിയിരുന്നു. അവനാണെങ്കിൽ ദയാവിൻ്റെ 70s മാൻ. എങ്ങനെ കഴിയണോ, പഴയ എഞ്ചിനാ, നല്ല പുള്ളിങ് ഉണ്ടാവും തോന്നുന്നു. ഓ, ഞാൻ എൻ്റെ 20s എന്നിട്ട് എന്നോട് പറ്റില്ല. ഓ, സമ്മതിക്കണം കേട്ടോ, അവരൊക്കെ ഈ പ്രായത്തിൽ ഇത് കയറുണ്ടല്ലോ. ഓ, വിൽപ്പാറ് സമ്മതിക്കണം. അവിടെ അടിപൊളി ആ കാണല്ലേ, കണ്ട് അടിപൊളി. നമ്മൾ റാണിപുരത്ത് എത്തിയത് ഏകദേശം 9:20 ആയപ്പോഴാണ്. നമ്മൾ ഏകദേശം ഒരു 9:30 ആയപ്പോൾ തന്നെ മല കയറാൻ തുടങ്ങി. കുറച്ച് ദൂരം നമ്മൾ കവർ ചെയ്തപ്പോൾ തന്നെ ഏകദേശം 10:30 ആയിട്ടുണ്ട് ടൈം. ഈ ടൈമിൽ തന്നെ നല്ല വെയിൽ വരാൻ തുടങ്ങിയിരുന്നു. നല്ല ചൂടും നല്ല വെയിലും. അധികം ഷെയ്ഡുകളൊന്നും നമ്മൾ പോണ റൂട്ടില്ല. സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഷെയ്ഡുള്ളൂ. നമ്മൾ പോണ വഴി തന്നെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഒരു അത്ഭുതം തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നടന്നു പോകുന്നുണ്ട്, ഒരു താത്ത ഫുൾ പർദ്ദ ഇട്ടിട്ട് നടന്നു പോകുന്നുണ്ട്. എങ്ങനെയാണ് ഇവർ അങ്ങോട്ട് കയറിപ്പോകുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം അത്രയും ചൂടാണ്, അത്രയും വെയിലാണ്. ആ പർദ്ദ ഇട്ടിട്ട് അങ്ങോട്ട് നടന്നു പോകാൻ അത്രയും സ്റ്റീപ്പായ ഏരിയ കൂടെ നടന്നു പോകാൻ സമ്മതിക്കണം ഗൈസ്. പിന്നെ ബോട്ടിന് ചെറിയൊരു ഡെപ്പോസിറ്റ് എമൗണ്ട് ആയിട്ട് 20 രൂപ അടയ്ക്കണം കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറയാൻ മറന്നു പോയതാണ്. ഈ 3 ആളെ കൂട്ടത്തിൽ എന്നെപ്പോലെയും ഒരാളുണ്ട് അറിഞ്ഞപ്പോൾ എനിക്കൊരു ആശ്വാസമായിട്ടോ. അവിടെ 1-2 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ കട കാണാൻ പറ്റും. ഇവിടെ ചെറുതായിട്ട് നാരങ്ങ വെള്ള സർബത്ത്, മോരും വെള്ളം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഇവിടുന്ന് റിഫ്രഷ് ആയിട്ട് വേണമെങ്കിൽ മുന്നോട്ട് നീങ്ങാം. ഇത്ര ഹൈറ്റിലായതുകൊണ്ട് തന്നെ ഫെയർ പ്രൈസ് അവരെ വേണം. ഒരു 30 രൂപയാണ് അവരെ വെള്ളത്തിനൊക്കെ പറയണത്. കുറച്ചേ ഉള്ളൂ, പക്ഷെ അവിടെ എത്തണില്ല, അത്ര ഓടിച്ചു. ഇവിടെ എത്തുമ്പോൾ ചെറിയൊരു ഇളം കാറ്റുണ്ട്, അതാണ് ആകെ ആശ്വാസം. കയറിയ സമയം പാടിപ്പോയിടൂ. എന്താട്ടാണ്, കുറച്ചുകൂടി നേരത്തെ തന്നെ ഞാൻ വെയിൽ കൊള്ളണ്ട്, അതിന് മുന്നേ ഇറങ്ങിയത്. സംഭവം മഞ്ഞും തേങ്ങയൊന്നുമില്ല, പക്ഷെ വ്യൂ അല്ലാട്ടാ. അവിടെ കക്കാടംപൊയിൽ മുകളിലൊരു വ്യൂ. എന്തായാലും ഇതാണ് നമ്മളെ എഫേർട്ടിന്റെ റിസൾട്ട്. പെരും വെയിലാണെങ്കിലും കാണാൻ കൊള്ളാട്ടോ. എന്നാലും നമ്മൾ കണ്ട കടയുടെ തൊട്ട് മുന്നിൽ തന്നെ ഒരു ചെറിയ മരമുണ്ട്. ആ മലയിൽ കൂടി കയറിയിട്ടാണ് അപ്പുറത്തോട്ട് എത്തണം എന്ന് ഒരു നിർബന്ധമല്ല. നിങ്ങൾക്ക് ആ കടയുടെ സൈഡിൽ കൂടി തന്നെയുള്ള റോഡ് കൂടി മെയിൻ പോയിന്റിലോട്ട് എത്താം. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഈ മല കയറുക, കാരണം ഇതും ഒരു വ്യൂ പോയിന്റ് ആണ്. ഗൈസ്, ഈ മുന്നിൽ പോണ 3 ചേട്ടന്മാരല്ലേ, അത് നമുക്ക് വഴിയിൽ നിന്ന് കിട്ടിയാട്ടോ. എന്തായാലും ഈ ചേട്ടന്മാര് കണ്ണൂരിൽ നിന്ന് റാണിപുരം കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ്. പക്ഷെ ഇവരിവിടെ വന്നിട്ട് ഇവർക്ക് ഇത്ര എഫേർട്ട് എടുത്ത് കയറിയിട്ട് ഇവർ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു. കാരണം അവലെ കണ്ണൂരിൽ തന്നെ ഇതിനേക്കാൾ നല്ല അടിപൊളി ഇത്ര പോലും എഫേർട്ട് എടുക്കാതെ കയറാൻ പറ്റുന്ന ഒരു മലയുണ്ട്. അവിടെ ഇപ്പോഴും മഞ്ഞും ഉണ്ടാവും, അത്യാവശ്യം നല്ല വ്യൂ ആയിരിക്കും. ഇവിടെ വ്യൂ മാത്രമേ ഉള്ളൂ, മഞ്ഞൊന്നും ഇല്ല എന്ന പോലെ പറയുന്നത്. പിന്നെ വെള്ളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ വെള്ളക്കുപ്പീന്റെ കാര്യത്തിൽ ഒരു പിശുക്കും നിങ്ങൾ കാണിക്കരുത്. 2 ലിറ്ററിന്റെ വെള്ളക്കുപ്പീനെ നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ കൊണ്ടുപോയിക്കൊണ്ട്. കാരണം ഈ സമയത്ത് കയറി കഴിഞ്ഞാൽ എന്തായാലും നന്നായി വെള്ളം കുടിക്കും. നല്ല വെയിലുമാണ്, അത് നിങ്ങളെ കയ്യിൽ തന്നെ വെക്കുകയും ചെയ്യുക. 1 ലിറ്റർ കുപ്പിയാണെങ്കിൽ പോലും കയ്യിൽ തന്നെ വെക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ കാണാൻ വന്ന റാണിപുരം. ഏകദേശം 2.5 കിലോമീറ്ററോളം നമ്മൾ നടന്ന് കഷ്ടപ്പെട്ട് വന്നത് ഈ ഒരു ഫ്രെയിം കാണാനാണ്. നമ്മൾ ഏകദേശം ഒരു 11:45 ഇവിടെ എത്തി. ഇപ്പം സമയം 12:45. നമ്മൾ ഏകദേശം 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. ഇനി നമുക്ക് റാണിപുരത്തോട് വിട പറയാം. ആ മെയിൻ വ്യൂ പോയിന്റ് പോയപ്പോൾ നല്ല വെയിലായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഷെഡിലേക്ക് ഇടുക. അപ്പോൾ നമ്മൾ ആ ഷെയ്ഡിൽ തന്നെ നമ്മൾ ഇരുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാരോട് നമ്മൾ പരിചയപ്പെട്ടു. 2 ട്രാവലേഴ്സിനെ പരിചയപ്പെട്ടു, ഒരു ഫാമിലി പരിചയപ്പെട്ടു, അങ്ങനെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടു. എന്തായാലും നല്ല വെയിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചിറങ്ങും വേണം. ഇതാണ് ഞാൻ പറഞ്ഞ ട്രാവലേഴ്സ് കേട്ടോ. അവരെ സമ്മതിക്കണം കേട്ടോ. കണ്ടില്ലേ, ഇത്രയും വയസ്സിലും ഇങ്ങോട്ട് കയറാനുള്ളൊരു വിൽ പവർ ഉണ്ടല്ലോ, അതാണ്. ഈ റാണിപുരത്തേക്ക് ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലും വരാൻ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 5 മണിക്ക് മുന്നേ ഇവിടെ എത്തുന്ന രീതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാം. ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ വെയിൽ കൊണ്ട് കരിയേണ്ടി വരും. നമ്മളെ കുപ്പിയെ ഡെപ്പോസിറ്റ് തിരിച്ചു വാങ്ങുന്നതാണ്. അപ്പോഴാണ് ഈ ബോർഡ് കണ്ട് നോക്കി വെച്ചോളൂ, ആവശ്യം വരും.
ഗൈസ് ഒന്നല്ല 2 സർപ്രൈസ് ഉണ്ട്. നമ്മൾ ഈ റാണിപുരം കഴിഞ്ഞിട്ട് 2 സ്ഥലം കൂടി നമ്മൾ വിസിറ്റ് ചെയ്യും. നമ്മുടെ അത്രയും വിസിറ്റ് ചെയ്യാനുള്ള ചാർജ് നമ്മുടെ വണ്ടിയിൽ ഉണ്ടോ അറിയില്ല. നമ്മുടെ വണ്ടിയിൽ ഏകദേശം 55 കിലോമീറ്റർ ഓടാൻ ചാർജ് ഉണ്ട്. 72 കിലോമീറ്റർ നമ്മുടെ വണ്ടി ഓടിട്ടോ. ഗൈസ് നമ്മുടെ വണ്ടിയിലെ ചാർജ് ഏകദേശം തീരാനായിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ ലൊക്കേഷൻ്റെ അടുത്തൊരു ചാർജിങ് സ്റ്റേഷൻ കിട്ടിയപ്പോൾ അവിടെ വന്ന് ചാർജ് മോഡിൽ കുത്തിയിടാട്ടോ. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കാസർഗോഡ്, അതിൻ്റെ നേരെ മുന്നിലാണ് ഈ ചാർജിങ് സ്റ്റേഷനിൽ. ഇനി ഹരി അവനെ കൊണ്ടാക്കിയിട്ട് എന്നെ വന്ന് പിക്ക് ചെയ്ത് അങ്ങോട്ട് പോകും. ഇവിടുന്ന് അധികം ദൂരമല്ല. ഇനി നമ്മുടെ വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടി ഏകദേശം 13 കിലോമീറ്റർ എസ്റ്റിമേഷൻ ഉണ്ട്, 10% ചാർജ് ഉണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ ഫുൾ ചാർജിൽ അത്രയും കയറ്റം കയറിയിട്ടും നമ്മുടെ വണ്ടി 150 കിലോമീറ്റർ മൈലേജ് തന്നു കേട്ടോ. ഗൈസ് ഈ സ്ഥലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണം, കാരണം എനിക്കും അറിയില്ല. ഹരി പറഞ്ഞത് ഹാർബർ കാണിച്ചു തരാന്നിട്ടാണ് നമ്മൾ വിളിച്ചുകൊണ്ടത്. പക്ഷേ ഇവിടെ വന്നിട്ട് കപ്പലുമില്ല, തോണിയില്ല, ആകെ ഒരു ചേട്ടൻ കഷ്ടപ്പെട്ട് മീൻ പിടിക്കുന്നു. ഏതോ പഴയ പൊട്ടിപ്പൊളിഞ്ഞ ഹാർബറാണ് തോന്നുന്നത്. എന്തായാലും ഇത് അണ്ടർ പോലീസ് സർവേലൻസ് ഏരിയ. ഓ അല്ലേ മീന് നോക്കാം. ഇതെന്ത് മീനാ ഏട്ടാ? ഈ മീൻപിടുത്തം നമ്മുടെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം മീൻപിടുത്തമൊക്കെ നോക്കി നിന്ന് മെല്ലെ 3ാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് നീങ്ങിട്ടോ. ഗൈസ് നിങ്ങൾക്ക് ഈ കടൽ കണ്ടാൽ തന്നെ മനസ്സിലാകണം നമ്മുടെ 3ാമത്തെ ഡെസ്റ്റിനേഷൻ ഏതാണ്. അതെ ഗൈസ് നമ്മളിപ്പോൾ ബാക്ക് ഫോർട്ടിലോട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് സമയം വൈകി. ഇപ്പം ഏകദേശം സമയം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബേക്കൽ ഫോർട്ടിലോട്ട് ഈ സമയം കൊണ്ടുപോകില്ല. പക്ഷേ ഭാഗ്യവശാൽ നമുക്കിപ്പോൾ ബേക്കൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബേക്കൽ ഫെസ്റ്റിലോട്ട് പോകാം. പിന്നെ നമ്മുടെ വണ്ടിയുടെ കാര്യം, വണ്ടി ഇവിടെ എവിടെയെങ്കിലും വണ്ടി കുത്തിടാം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഫുള്ള് ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് വണ്ടി ഇവിടെ കുത്തില്ല നടക്കില്ല. പിന്നെ വണ്ടിയിൽ ഒട്ടും ചാർജും ഇല്ല. അപ്പോൾ ഹരിയുടെ ഫ്രണ്ടിൻ്റെ വീട് ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി നമ്മൾ വണ്ടി കുത്തിച്ച് വെള്ളം കുടിച്ചിട്ട് തിരിച്ചു ബേക്കൽ ഫെസ്റ്റിന് അങ്ങോട്ട് തന്നെ പോകുന്നു. ഗൈസ് ഈ ബേക്കൽ ഫെസ്റ്റ് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെ കേട്ടോ. ഞാൻ കരുതിയത് എന്തെങ്കിലും ചെറിയ കാർണിവൽ ആവുന്നതായിരിക്കും. പക്ഷെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി പരിപാടികളാണ്. ഓക്കെ, കടകളും ജനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഉള്ളിൽ സ്റ്റേജ് പെർഫോമൻസ്, സ്ട്രീറ്റ് പെർഫോമൻസ്, അതുപോലെ തന്നെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗെയിംസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള റൈഡുകൾ, സ്റ്റേജ് ഷോസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ ഉണ്ട്. ഞാൻ അധികം കാണാത്ത അഡ്വഞ്ചർ റൈഡുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ വെറൈറ്റി ഗെയിംസ് ഇവിടെ ഉണ്ട്. പിന്നെ ഷോപ്പിംഗ് ആയിട്ട് ഒരു ഏരിയ അവർ ഒരുക്കി വെച്ചിട്ടുണ്ടോ. ഈ ഒരു അഡ്വഞ്ചർ റൈഡ് ഞാൻ അധികം കാണാത്ത കേട്ടോ. നമ്മുടെ നാട്ടിലെ സാധാരണ കാർണിവലൊന്നും കാണാത്തൊരു പരിപാടി കേട്ടത്. നമ്മുടെ ഫെസ്റ്റിന് സ്റ്റാർട്ടിങ്ങിലായിട്ട് ഒരു സ്റ്റേജ് പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. നമ്മളൊരു 9 മണി വരെ അതും കണ്ടിരുന്നു. ഗൈസ് നമുക്കൊരു മുട്ടാൻ പണി കിട്ടിട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ വണ്ടി കുത്തിവെച്ചൊരു വീടുണ്ടല്ലോ ഹരിയുടെ കൂട്ടുകാരൻ്റെ, ആ വീട്ടിൽ നൈസായിട്ടൊന്ന് കറണ്ട് പോയി. നമ്മുടെ വണ്ടി ചാർജ് ആയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വീട്ടിലെത്താനുള്ള ചാർജറില്ല. അപ്പം നമ്മൾ പോണ വഴി ഒരു ചാർജ് മോഡിൽ കുറേ നേരം കുത്തിയിട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. വഴി കിടക്കരുത് എന്നുള്ള നിർബന്ധം കൊണ്ട് 2 മണിക്കൂർ നമ്മൾ കുത്തി വെച്ചാണ് നമ്മൾ വണ്ടി കൊണ്ട് പോകുന്നത്. ഇപ്പം ഏകദേശം സമയം 12:48. ഇനി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഒരു വിജനമായ കാടിന് നടുവ് കൂടിയാണ്. ഹരിനെ അമലിനെ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് അവരെ പറഞ്ഞയച്ചിട്ടോ. വേറെ ഒന്നുമല്ല, നാളെ രാവിലെ ഒരു ശുഭകാര്യം നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി വണ്ടി സെറ്റാക്കാനായിട്ട് അവർ 2 ആളെയും ഞാൻ നേരത്തെ പറഞ്ഞയച്ചു. എന്താണ് ആ ശുഭകാര്യം എന്നല്ലേ? നാളെ ഒരു പെണ്ണ് കാണൽ ചടങ്ങാണ്. നാളെ നമ്മളൊരു പെണ്ണ് കാണാൻ പോവാണ് ഗൈസ്. ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നാളെ വിവരമായി പറയാം. അങ്ങനെ കാടും മേടൊക്കെ കയറി കഴിഞ്ഞ് അവസാനം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിന്ന് മൊത്തം കാസർഗോഡ് കറങ്ങിയ റൂട്ട് മാപ്പ് ആട്ടോ ഗൈസ്. ഇന്ന് നമ്മൾ കാസർഗോഡത്തെ 3 സ്ഥലങ്ങളെ എക്സ്പ്ലോർ ചെയ്തിട്ടോ. ഇതിലെന്തായാലും എൻ്റെ ഫേവറേറ്റ് റാണിപുരം തന്നെ കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ അത്ര എഫേർട്ട് എടുത്ത് പോയിട്ട് അവിടെ കണ്ടൊരു ഫ്രെയിം, ആ ഒരു എക്സ്പീരിയൻസ് അത് വേറെ ഒന്ന് തന്നെയാണ്. ഹാർബറിന്റെ കാര്യത്തിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല കേട്ടോ. പിന്നെ പറയാനുള്ള ബേക്കൽ ഫെസ്റ്റിന്റെ കാര്യം കേട്ടോ. ബേക്കൽ ഫെസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷ അടിപൊളി പരിപാടിയായിരുന്നു. ഈ 3 എണ്ണം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ. എഫേർട്ട് എടുത്ത് പോയി കാണുന്ന കാഴ്ചക്ക് ഒന്നും കൂടി ഭംഗി കൂടുതലാണെന്ന് പറഞ്ഞോണ്ട്. ടേക്ക് കെയർ, റൈഡ് സേഫ്, സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് മീ മാരിയോ സൈനിങ് ഓഫ്.